രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതൃപ്തി പ്രകടമാക്കിയിരിക്കുകയാണ് ചാണ്ടിയുമ്മൻ. പാലക്കാട് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്താത്തത് താൻ കുടുംബാംഗത്തെ പോലെ കാണുന്ന പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതുകൊണ്ടാണെന്ന് ചാണ്ടിയുമ്മൻ പറഞ്ഞു. കുടുംബത്തിലെ അംഗം മത്സരിക്കുമ്പോൾ അവർക്കാണ് മുൻഗണനയെന്നും ചാണ്ടിയുമ്മൻ പ്രതികരിച്ചു. പാലക്കാട് മത്സരം LDFും UDFും തമ്മിലാണെന്നും BJP ചിത്രത്തിൽ ഇല്ലെന്നും ചാണ്ടിയുമ്മൻ വ്യക്തമാക്കി. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഇടഞ്ഞു നിൽക്കുന്ന ചാണ്ടിയുമ്മൻ KC വേണുഗോപാൽ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഒരു തവണ മണ്ഡലത്തിലെത്തി തല കാണിച്ച് മടങ്ങിയിരുന്നു. ചാണ്ടിയുമ്മൻ പ്രചാരണത്തിന് സജീവമല്ലാത്തത് പാലക്കാട് വൻ ചർച്ചയായിരുന്നു. ഇതിനെ തുടർന്ന് നേതൃത്വം ഇടപെട്ടാണ് ചാണ്ടിയുമ്മനെ വീണ്ടും പാലക്കാട് എത്തിച്ചത്. പക്ഷേ അദ്ദേഹത്തിന്റെ അതൃപ്തി അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ വ്യക്തമാണ്. VD സതീശനെ തള്ളി മത്സരം LDFും UDFും തമ്മിലാണെന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന അർപ്പിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയപ്പോഴും ചാണ്ടിയുമ്മൻ സഹകരിച്ചിരുന്നില്ല. VD സതീശൻ ഷാഫി പറമ്പിൽ കൂട്ടുകെട്ടിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗം കൂടിയാണ് ചാണ്ടിയുമ്മൻ പാലക്കാട് സജീവമല്ലാത്തതിന് കാരണമായി പറയുന്നത്. എൻ്റെ നേതാവ് രാജീവ് ഗാന്ധി എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവന തുല്യം ഞാൻ സ്നേഹിക്കുന്ന നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൾ മത്സരിക്കുന്ന തിരഞ്ഞെടുപ്പ്, പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബം. എൻ്റെ പിതാവ് സുഖമില്ലാത്തപ്പോൾ എൻ്റെ പിതാവിനെ ജർമ്മനിക്ക് അയച്ചത് രാഹുൽ ഗാന്ധി. ആ റിപ്പോർട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നടക്കുകയായിരുന്നു, ഒരുമിച്ച് നടക്കുകയാണ്. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ ഈ റിപ്പോർട്ട് ഏൽപ്പിച്ച വ്യക്തി പ്രിയങ്ക ഗാന്ധിയാണ്. അങ്ങനെയുള്ള നേതാവ് മത്സരിക്കുമ്പോൾ ഞാൻ അവിടെ പോയിരിക്കും. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ പ്രവർത്തിച്ച പാർട്ടിയുടെ നേതാവ് അവിടെ മത്സരിക്കുമ്പോൾ അവിടെ കൂടുതൽ സമയം എനിക്ക് സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഞാനത് ചെയ്തിരിക്കും. ഓരോരുത്തർക്കും ഓരോ പ്രയോറിറ്റി അല്ലേ. അപ്പം ഞാൻ അവിടെ സമയം സ്പെൻഡ് ചെയ്തതും കുറ്റമാണെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഇത് പുതുപ്പള്ളി ഇലക്ഷൻ ഒറ്റ ഇലക്ഷനാണ്. ഒറ്റ ഇലക്ഷനിൽ എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സ്ഥലം അതാണ്. ചേലക്കര, പാലക്കാട്, വയനാട് 3 ഇലക്ഷൻ ഒരുമിച്ച് നടക്കുന്നു. തൃക്കാക്കര ഇലക്ഷനും ഒറ്റ ഇലക്ഷനായിരുന്നു. ഇവിടെ 3 ഇലക്ഷൻ നടക്കുമ്പോൾ അതും പ്രിയങ്ക ഗാന്ധി നമ്മുടെ നാട്ടിൽ വന്ന് മത്സരിക്കുമ്പോൾ അവിടുന്ന് മാറാൻ തന്നെ അവിടുത്തെ ആൾക്കാർ സമ്മതിക്കുന്നില്ല. ഞാൻ അവിടുന്ന് ഒരു ദിവസം ചേലക്കര പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. ചേലക്കര പോകാൻ ഇറങ്ങിയപ്പോൾ അവിടുത്തെ ആൾക്കാർ വിടാതെ എന്നെ പിടിച്ചു വെച്ച് അടുത്ത പരിപാടി പങ്കെടുപ്പിച്ച അവിടുത്തെ പരിപാടി മാറ്റി വെക്കേണ്ടി വന്നു. ഞാൻ അവിടെ നിങ്ങൾക്ക് എൻ്റെ ഫേസ്ബുക്കിൻ്റെ ലൈവ് എടുത്ത് നോക്കിയാൽ അറിയാം. ഞാൻ പറഞ്ഞു ചേലക്കരയിലെ ആൾക്കാർ അല്ലെ ഇതിപ്പോൾ പറയും ചേലക്കര സ്ഥാനാർത്ഥിയോട് എനിക്ക് എതിർപ്പാന്ന് പറയും എന്ന് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ആ തരത്തിൽ എന്നെ പിടിച്ചു വെച്ചോടെ. അതുകൊണ്ട് ഈ തരത്തിലുള്ള പ്രചരണം ശരിയല്ല. ഇത് ഞാൻ MLA ആയപ്പോൾ തൊട്ട് എനിക്കെതിരെയുള്ള വ്യാജ വാർത്ത ഇത് നടത്തിക്കൊണ്ടിരിക്കുക. ഒരു കാര്യം വ്യക്തമാണ്, രാഹുൽ മാങ്കൂട്ടത്തെക്കാൾ പ്രയോറിറ്റി രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമാണ് ചാണ്ടിയുടെ മനസ്സിൽ. 3 കാൻഡിഡേറ്റ്സിനും പ്രയോറിറ്റി ഉണ്ട്. 3 കാൻഡിഡേറ്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ എൻ്റെ കുടുംബത്തിലൊരാൾ മത്സരിക്കുമ്പോൾ ഞാൻ കരുതുന്നു എൻ്റെ കുടുംബത്തിലൊരാൾ മത്സരിക്കുമ്പോൾ അവർക്കാണ് പ്രയോറിറ്റി. യാതൊരു സംശയവുമില്ല. പ്രിയങ്ക ഗാന്ധി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കുടുംബത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങൾ അവരുടെ കുടുംബത്തിലെ അംഗമായിട്ട് കരുതുന്ന നേതാവാണ് പ്രിയങ്ക ഗാന്ധി. പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമ്പോൾ പ്രയോറിറ്റി എപ്പോഴും എന്നെ സംബന്ധിച്ച്, കാരണം എൻ്റെ കുടുംബത്തിൽ അംഗമായിട്ട് ഞാൻ കരുതുന്നുണ്ട്, എനിക്ക് പ്രയോറിറ്റി അതാണ്. അല്ലേ, നമ്മളതൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യുന്ന കാര്യമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ പാർട്ടി ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. പാർട്ടി ഒറ്റക്കെട്ടായി നിന്ന് രാഹുലിൻ്റെ വിജയം, അതുപോലെ തന്നെ MAയുടെ വിജയം, ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ വിജയം, അതിനുവേണ്ടി നമ്മൾ ഒരുമിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ പാലക്കാട് ഫോക്കസ് മൊത്തം നിൽക്കുന്നു, ഒറ്റക്കെട്ടായി നിൽക്കുക. അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല എന്നുള്ളത് തന്നെ യാഥാർത്ഥ്യം. ഞാൻ അന്ന് ഒരു കാര്യം പറഞ്ഞിരുന്നു, പാർട്ടി ഏത് തീരുമാനമെടുത്താലും അത് ഞാൻ അംഗീകരിക്കും. ഇപ്പം എന്നെ സ്ഥാനത്ത് നിന്ന് മാറ്റിയോ അതും അംഗീകരിക്കും. കാരണമില്ലയോ അത് പ്രശ്നമല്ല. പക്ഷെ അതൊന്നും ചർച്ച ചെയ്യേണ്ട വേദിയല്ല ഇത്. അല്ല, എൻ്റെ അടുത്ത് ശ്രീ KC വേണുഗോപാൽ പറഞ്ഞിരുന്നു, അതുപോലെ തന്നെ KPCC നിർദ്ദേശം വന്നു. ഞാനിപ്പോൾ പറഞ്ഞത് എന്താ, വീണ്ടും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിച്ച് പറയുക. എനിക്ക് ബോംബെയിൽ എനിക്ക് ചുമതല ഏൽപ്പിച്ചിരുന്ന സ്ഥലമാണ്. അത് 13-ന് ശേഷമായിരുന്നു അത് ചുമതല ഏൽപ്പിച്ചിരുന്നത്. അപ്പം ഞാൻ ബോംബെയിലെ തെരഞ്ഞെടുപ്പിൽ 2 ദിവസം പങ്കെടുക്കാനായിട്ട് ഞാൻ ബോംബെക്ക് പോവാണ്. നിങ്ങൾ സജി ജോസഫ് MLA വിളിച്ചു ചോദിച്ചു, ശ്രീ രമേശ് ചെന്നിത്തല എന്നോട് ആവശ്യപ്പെട്ട ഒഫീഷ്യലി ചാർജ് എടുക്കണം. പക്ഷേ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ പോവാതെ ഇവിടെ നിന്നത്. അതുകൊണ്ട് പക്ഷേ 2 ദിവസമെങ്കിലും ബോംബെയിലെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാതിരിക്കാൻ എനിക്ക് സാധിക്കത്തില്ല. അതുകൊണ്ട് 2 ദിവസങ്ങളിൽ ഞാൻ പങ്കെടുക്കും.